ഹായ് നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നേ ദിവസം നടന്ന 2026 ജനുവരി 24 നടന്ന വിമൻസ് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ കാറ്റഗറി നമ്പർ 005/2026 ആൻസേഴ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഓരോ ചോദ്യത്തിലോട്ടും കടക്കാം. ഒന്നാമതായിട്ട് വരുന്ന ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം എന്നുള്ളതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അത് വരുന്നത് രണ്ടാമതായിട്ട് വരുന്നതാണ്. പ്രാചീന മലയാളവും ആദിഭാഷയുമാണ്. ഓക്കെ, പ്രാചീന മലയാളവും ആദിഭാഷയുമാണ് ചട്ടമ്പികൾ സ്വാമികളുടെ കൃതികളിൽ വരുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആത്മ ഉപദേശ ശതകം ആരുടേതാണത്? ശ്രീനാരായണ ഗുരുവാണ്. PSC ഒരുപാട് തവണ, അതായത് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നവോത്ഥാന നായകന്മാർ പ്രധാനപ്പെട്ട് വരുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന് ചട്ടമ്പി സ്വാമി, മറ്റൊന്ന് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അത്തരത്തിൽ വന്ന ഒന്നാമത്തെ ചോദ്യവും അത് തന്നെയാണ്. പ്രാചീന മലയാളവും ആദിഭാഷയും ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. എന്നാൽ മറ്റൊരു പോയിന്റാണ്, ആത്മ ഉപദേശ ശതകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരു ആണ് എന്നുള്ളത് എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പോൾ ഓക്കെ, താഴെ കൊടുത്തതിന് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാമാണ്? പ്രാചീന മലയാളവും ആദിഭാഷയുമാണ് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമതായിട്ട് വന്നത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര് എന്നുള്ളതാണ്. ഓക്കെ, പാലക്കാട് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര് എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ആനി ബെസന്റ് ആണ്. ഓക്കെ, 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷത ആരായിരുന്നു? ആനി ബെസന്റ് ആണ്. ഓക്കെ, അതിനുള്ള ഉത്തരം എല്ലാവരും റൈറ്റ് ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര് എന്നുള്ളതാണ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വരുന്നത് ഓപ്ഷൻ എ ആണ്, വിക്രം മിൻസി ആണ്. ഓക്കെ, വിക്രം മിൻസി ആണ് ഇന്ത്യയുടെ നിലവിലത്തെ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത്. വിക്രം മിൻസി ആണ്. ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, വിക്രം മിൻസി എന്നുള്ളത് എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. ഓക്കെ, നാലാമതായിട്ട് വരുന്ന ചോദ്യം, 1904 ഗാന്ധിജി ഡെർമനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത് എന്നുള്ളതാണ്. 1904 ഗാന്ധിജി ഡെർമനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതെന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ളതാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഡെർമൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഡെർമനിൽ നിന്നുമാണ് ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം ഏത് വർഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1904 ദക്ഷിണാഫ്രിക്കയിലെ ഡെർമനിൽ നിന്നുമാണ് ഈ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന പത്രം ഗാന്ധിജി ആദ്യമായിട്ട് ആരംഭിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് വന്നത് ഓപ്ഷൻ എക്കകത്ത് വരുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി, രണ്ടാമത്തേത് അമേരിക്കൻ കോൺസ്റ്റാന്റിൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര പ്രഖ്യാപനം, മൂന്നാമതായിട്ട് വരുന്നത് പാരീസ് ഉടമ്പടി, നാലാമത്തെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നമുക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ്. PSC ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഏതാണ് വർഷം? അതിന്റെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1773 ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ആണ്. മറ്റൊന്ന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര പ്രഖ്യാപനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1776 ആണ്. മൂന്നാമതായിട്ട് വരുന്നത് പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി സ്ട്രൈറ്റ് തന്നെയാണ്, 1783 ആണ്. മറ്റൊന്ന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നമുക്കറിയാം 17/1/7/8/9 ഫ്രഞ്ച് റവല്യൂഷൻ, 1789 ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഏത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. 1B, 2A, 3C, 4D എന്നുള്ളതാണ്. ബോസ്റ്റൺ ടീ പാർട്ടി 1773, രണ്ടാമത്തത് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര പ്രഖ്യാപനം 1776, മൂന്നാമത്തത് പാരീസ് ഉടമ്പടി 1783, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 എന്നുള്ളതാണ്. ഓക്കെ, ആറാമത്തെ ചോദ്യം,
ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? ഓപ്ഷൻ എ ആണ് 1945 ഒക്ടോബർ മാസം 30 നമുക്കറിയാം ഐക്യരാഷ്ട്രസഭ എന്നാണ് രൂപീകരിച്ചത്? 1945 ഒക്ടോബർ മാസം 24 അതിനുശേഷം 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ എന്ത് ചെയ്തത്? അംഗമായത്. അപ്പോൾ ഓക്കെ, ഐക്യരാഷ്ട്രസഭ എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം 1945 ഒക്ടോബർ മാസം 24 എന്നാൽ ഇന്ത്യ എന്നാണ് ചോദ്യം. ഏതാണ്? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് 1945 ഒക്ടോബർ മാസം 30 എന്നുള്ളതാണ്. ഓക്കെ, 7ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽവേ കമാനപ്പാലം ഏത് നദിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ വരുന്നത് സത്ലജ് വരുന്നുണ്ട്, ചെനാബ് വരുന്നുണ്ട്, ഓപ്ഷൻ സി രവി വരുന്നുണ്ട്, ഓപ്ഷൻ ഡി സിന്ധു എന്നുള്ളതാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് എവിടെയാണ്? അത് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചെനാബ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ്? ചെനാബ് നദിക്ക് മുകളിലാണ്. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെയാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം എന്ത് ചെയ്തത്? നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരു പോയിന്റ് കൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. എവിടെയാണ് ചെനാബ് നദി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത്? അത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലാണ് ചെനാബ് നദി എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത്. എന്നുള്ള ചെനാബിന്റെ ഉത്തരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ആണ്. എന്ത്? ലോകത്തിലെ തന്നെയാണ് ഏറ്റവും വലിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽവേ കമാന പാലമാണ് ഏത്? ചെനാബ് നദിയെ. ഓക്കെ, മാറരുത്. ഓപ്ഷൻ നമ്മുടെ ചോദ്യം 7ന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ചെനാബ് ആണ്. അടുത്ത 8ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ ആണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അതിന്റെ 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ ഭൂരിഭാഗവും എന്താണ്? താഴത്തെ പാളിയിലായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനുള്ള ഉത്തരം ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലം അല്ലെങ്കിൽ അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏത്? ഓപ്ഷൻ എ NH44, ഓപ്ഷൻ ബി NH19, ഓപ്ഷൻ സി NH16, ഓപ്ഷൻ ഡി NH48. നമുക്ക് ഏവർക്കും ഇത് കിട്ടും, എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഓപ്ഷൻ എ ആണ്, NH44 ആണ്. ഓപ്ഷൻ എ NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. നമുക്കറിയാം NH44 ഏത് മുതൽ ഏത് വരെയാണ്? ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ്. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ നീളുന്ന NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം ഏറിയ എന്താണ്? ദേശീയപാതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. ദുണ്ടബെണ്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഓക്കെ, ദുണ്ടബെണ്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര നീലഗിരി കുന്നുകളാണ്. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾക്കിടയിലാണ് ദുണ്ടബെണ്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ്, നീലഗിരി കുന്നുകളാണ് എന്ത്? ഏറ്റവും ഉയരം നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഏത്? ദുണ്ടബെണ്ട കൊടുമുടിയായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്, നമുക്ക് ഏവർക്കും ഏറ്റവും കൂടുതൽ തെറ്റുന്ന ഒരു ചോദ്യമാണിത്. ഗോൾഡൻ ഫൈബർ അല്ലെങ്കിൽ സിൽവർ ഫൈബർ എന്നറിയപ്പെടുന്നത്, നമുക്ക് 2 ഓപ്ഷൻ ഇതിൽ കാണും, ചണവും പരുത്തി. ഇത് രണ്ടുമായിരിക്കും നമുക്ക് മാറിപ്പോകുന്നത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ചണമാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ചണം എന്താണ്? അതിന്റെ തിളക്കവും സാമ്പത്തിക മൂല്യവും കാരണമാണ് എന്ത്? സുവർണ നാര് ഇല്ലെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണമാണ് കേട്ടോ, ചണമാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് 12ാമത്തെ ചോദ്യം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻ വരുന്നത് കാവേരി, തുംഗഭദ്ര, കൃഷ്ണ, ശരാവതിയാണ്. എന്നാൽ നമ്മുടെ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത് ശരാവതിയാണ്. ശരാവതി എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. കർണാടക സംസ്ഥാനത്തിലെ ശരാവതി നദിയിലാണ് ഇത് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതിയാണ്.
ശരാവതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ കർണാടകയിലാണ്. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? വരുന്നത് ഓപ്ഷൻ 1 സാമ്പത്തിക എന്താണ് ഒന്നാമത്തത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യമാണ്. മറ്റൊന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. മൂന്നാമത്തത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾക്കും പ്രാധാന്യം നൽകിയത് എന്നുള്ളതാണ്. നോക്കുമ്പോൾ തന്നെ അറിയാം താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്താണ്? എല്ലാം തന്നെ എന്താണ്? പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. എന്തിന്? പഞ്ചവത്സര പദ്ധതിക്ക് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. മറ്റൊന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയാണ്. KN രാജാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയ സമീപത്വമാണ് ഏത്? ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ എന്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം, അതും സ്റ്റേറ്റ്മെന്റ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇത് രണ്ടും പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. 13ാമത്തെ ചോദ്യവും 14ാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഓക്കെ, ഒന്നാമത്തത് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. രണ്ടാമത്തത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. മൂന്നാമത്തത് PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 1, 2, 3 എന്താണ്? ശരി തന്നെയാണ്. PC മഹലനോബിസ് ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമതായിട്ടും വരുന്നത്. ഓക്കെ, അടുത്ത് 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയം ന്യൂ എക്കണോമിക് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഒന്നാമത്തത് ലോകബാങ്കിന്റെയും IMFന്റെയും നിർബന്ധനങ്ങൾ എന്താണ്? അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്യുക. മറ്റൊന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. മൂന്നാമത്തത് പുത്തൻ സാമ്പത്തിക നയം എന്താണ്? ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 1, 2 മാത്രമാണ് ശരി. 1, 2 മാത്രമാണ് ശരി, മൂന്നാമത്തതല്ല. ഓക്കെ, അപ്പോൾ ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണ് എന്ത്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി ആണ്. 1, 2 മാത്രമാണ് എന്ത്? ശരി ഉത്തരം. ഓക്കെ, അടുത്തത് 16ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? ഒന്നാമതായിട്ട് വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി. രണ്ടാമത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് എന്ത് ചെയ്തു? പിൻവാങ്ങുക. മൂന്നാമതായിട്ട് വന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി എന്ത് ചെയ്യുക? സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഏതാണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായവ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 2, 3 ഓപ്ഷൻ എ 2, 3 സോറി, ഓപ്ഷൻ എ എന്ന് പറയുന്നത് 2, 3 തെറ്റിപ്പോയിട്ടുണ്ട്. 2, 3 കേട്ടോ. 2, 3 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥ അവകാശം, നിർവഹണ ചുമതല എന്ത് ചെയ്യുക? ഗവൺമെന്റ് പിൻവാങ്ങുക. മറ്റൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുക? ഓഹരികളും ഭാഗികമായിട്ട് എന്ത് ചെയ്യുക? സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് 17ാമത്തെ ചോദ്യം, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? അതിൽ വരുന്നത് എ 1955 കാർവേ കമ്മിറ്റി എന്ത് ചെയ്യുക? ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാം? നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെ ആണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. സി ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഡി ചെറുകിട വ്യവസായ വ്യവസായ മേഖലയുടെ
പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തിരിവയും ഉയർന്ന പലിശ നിരക്കുമുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് എന്ത് ചെയ്തു നൽകി എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് ചെറുകിട വ്യവസായവുമായി തെറ്റുള്ളത്, യോജിക്കാത്ത പ്രസ്താവന? അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. അതുമാത്രം എന്തില്ല, ചെറുകിട വ്യവസായം എന്തില്ല, ബന്ധപ്പെട്ടുള്ളതല്ല. ബാക്കി വരുന്നത് എന്താണ്, അതെല്ലാം ബന്ധപ്പെട്ടതാണ്. 1955 കാർവേ കമ്മിറ്റി എന്താണ്, ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളെ സാധ്യത എന്ത് എടുത്തു പറയുന്നുണ്ട്. 1950 പരമാവധി എന്താണ് 5 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ എന്ന് പറയുന്നത് പരിഗണിക്കപ്പെടുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന യോജിക്കാത്ത പ്രസ്താവനയാണ്. അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ചെറുകിട വ്യവസായവുമായിട്ട് എന്ത് ചെയ്യുന്നത്, യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 18ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 ആണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ ആണ്. 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺസൺ, സൈമൺ ജോൺസൺ ആണ്. സൈമൺ ജോൺസൺ ആണ് 2024 സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അടുത്ത് 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ട് സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 16 ക്ലോസ് ബാർ 6, ആർട്ടിക്കിൾ 15 ക്ലോസ് ബാർ 1, ആർട്ടിക്കിൾ 16 ക്ലോസ് ബാർ 4, ആർട്ടിക്കിൾ 17. ഓക്കെ, ഇതിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ട് സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 16/4 ആണ്. എന്താണത്? സർക്കാർ ജോലികളിൽ എന്ത് ചെയ്യണം, സർക്കാർ ജോലികളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യണം, സംവരണം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 16 ക്ലോസ് ബാർ 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 16/4 ആണ്. എന്താണ്? സർക്കാർ ജോലികൾക്ക് എന്ത് ചെയ്യുന്നത്, സർക്കാർ ജോലികൾ ആർക്ക് കൊടുക്കണം, പിന്നോക്ക വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യണം, സംവരണം റിസർവേഷൻ നൽകണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം, സർക്കാർ ജോലികൾ സംവരണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് അനുച്ഛേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ആർട്ടിക്കിൾ 16 ക്ലോസ് ബാർ 4 എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന ഇതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏതാണ്? നമുക്ക് നോക്കാം. ഒന്നാമത്തത് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്താണ് ചെയ്യാത്തപ്പോൾ അതിനെ പറയുന്നതാണ് ഇത് റിട്ടുകൾ എന്ന് പറയുന്ന അതിന്റെ ലക്ഷ്യങ്ങളുമാണ്, മാൻഡമസ് ആണ്. രണ്ടാമത്തത് കോ വാറന്റോ. ഒരു വ്യക്തി എന്ത് ചെയ്യാം, അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യാം, അവരെ പുറത്താക്കാൻ വേണ്ടി സാധിക്കും കോ വാറന്റോ പ്രകാരം. നാലാമത്തത് ഹാബിയസ് കോർപ്പസ് ആണ്. അനധികൃത തടങ്കലിനെതിരെ അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നറിയപ്പെടുന്നതാണ് ഇത് ഹാബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇതിൽ 3 തെറ്റുത്തരം കേട്ടോ. ബാക്കി 3 മാൻഡമസും കോവാറന്റും ഹാബിയസ് കോർപ്പസും ശരി തന്നെയാണ്. ഇവയിൽ തെറ്റാണ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി വരുന്നത് ഏതാണ്? 3 സെർഷ്യോററിയാണ്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്കപ്പുറത്തുള്ള ഒരു കേസ് എന്ത് ചെയ്യും, പരിഗണിക്കുമ്പോൾ അത് മാത്രമാണ് എന്ത് സെർഷ്യോററി എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യം തെറ്റാണ്. മാൻഡമസും കോവാറന്റും ഹാബിയസ് കോർപ്പസും എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. ഓക്കെ, അടുത്ത 21ാമത്തെ ചോദ്യം. ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? എളുപ്പമുള്ള ചോദ്യമാണ്. ഭരണഘടനാ അസംബ്ലി ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ മാസം 13 എന്ത് ചെയ്ത് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏതിൽ പ്രതിപാദിക്കുന്നത്? ആമുഖം, പ്രിയാമ്പിൾ. നമുക്കറിയാം ആമുഖം. നമ്മുടെ ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ മാസം 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നെ എന്ത് പിൽക്കാലത്ത് 1950 ജനുവരി 26 ഇന്ത്യക്ക് റിപ്പബ്ലിക് ലഭിച്ചപ്പോൾ അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ്. ഓക്കെ, ഭരണഘടനാ അസംബ്ലിയിൽ ഇവർ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്ത 22ാമത്തെ ചോദ്യം. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളിൽ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? അത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഉത്തർപ്രദേശും തെലങ്കാനയുമാണ്. ഓക്കെ, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഇതിന് പുറമേ വരുന്നതാണ്
ഉത്തർപ്രദേശ് വരുന്നുണ്ട്, ബീഹാർ വരുന്നുണ്ട്, മഹാരാഷ്ട്ര വരുന്നുണ്ട്, കർണാടക വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് എന്ത് ദ്വിമണ്ഡല നിയമസഭകൾക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ 22ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉത്തർപ്രദേശും തെലങ്കാനയുമാണുള്ളത്. എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് 23ാമത്തെ ചോദ്യം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ്. പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. നമുക്കറിയാം പി കെ തുങ്കൻ കമ്മിറ്റി എന്താണ് തദ്ദേശീയ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയത് ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1988 ആണ്. 1988 തുങ്കൻ കമ്മിറ്റിയാണ് ഇത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയത്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. അടുത്ത 24ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 19 പ്രകാരം, ആർട്ടിക്കിൾ 19 എന്താണ് പ്രതിപാദിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? പൗരന്മാർക്ക് എത്ര അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 6 ആണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് അനുച്ഛേദം 19 പ്രതിപാദിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇത് ഒന്നാമതായിട്ട് വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം, രണ്ടാമത് സമ്മേളിക്കാം സമ്മേളന സ്വാതന്ത്ര്യം, 3 സംഘടനാ സ്വാതന്ത്ര്യം, സമാധാനപരമായി എന്ത് ചെയ്യാം, സംഘടിക്കാം, സംഘടനാ സ്വാതന്ത്ര്യം, 4 പാർപ്പിടം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, പോയി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, 5ാമത്തത് സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, 6ാമതായിട്ട് വരുന്ന തൊഴിലാണ്. മാന്യമായിട്ടുള്ള ഏത് തൊഴിലും എന്ത് ചെയ്യാം, ചെയ്യാനുള്ള എന്താണ് സ്വാതന്ത്ര്യം ആർക്ക് നൽകുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരന്മാർക്കും നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ എത്ര അവകാശങ്ങളാണ് ഇന്ത്യൻ പൗരന് ഉറപ്പ് നൽകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ബി ആണ്, 6 ആണ്. 1 അഭിപ്രായ സ്വാതന്ത്ര്യം, മറ്റേ സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പിന്നെ എന്താണ് മാന്യമായിട്ടുള്ള ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ആര് നൽകുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തികൾക്കും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് 25ാമത്തെ ചോദ്യം, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. 3 പ്രാവശ്യം, 3 രീതിയിലാണ് എന്താണ് ഇന്ത്യൻ പൗരന് ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, 1 ഉപേക്ഷിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കുക, 3 എന്ത് ചെയ്യുക, റദ്ദാക്കുക എന്നീ 3 രീതിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇന്ത്യൻ പൗരന് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടത്തുള്ളൂ. ഓക്കെ, ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി 3 ആണ്. അടുത്ത 26ാമത്തെ ചോദ്യം, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? ഇത് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരങ്ങൾ വരുന്നുണ്ട്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഏതിൽ ബന്ധപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ് ആണ്. എന്താണ് കൺകറന്റ് ലിസ്റ്റ്? കേന്ദ്രവും സംസ്ഥാനവും നിയമനിർമ്മാണം നടത്തുന്ന ലിസ്റ്റാണ് ഏത്? കൺകറന്റ് ലിസ്റ്റ്. നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ് ഏതാണ്? എല്ലാ അധികാരവും എന്താണ് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് ഏതാണ്? സംസ്ഥാനങ്ങളുടെ കീഴിൽ എല്ലാ അധികാരങ്ങളും വരുന്നതാണ് സംസ്ഥാനം അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ്. മറ്റൊന്ന് കൺകറന്റ് ലിസ്റ്റ് വരുമ്പോൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എന്താണ് ഒരുമിച്ച് നിയമനിർമ്മാണം നടത്തുന്ന ലിസ്റ്റാണ് ഏത്? കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ സാമൂഹിക സുരക്ഷയും എന്താണ് സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്ന ഏത് വിഷയത്തിൽ പെടുന്നു? അതിനുള്ള ഉത്തരം കൺകറന്റ് ലിസ്റ്റ് ആണ്. ഓക്കെ, 27ാമത്തെ ചോദ്യം, ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ ഡി മറ്റ് 3 പേരോടായി ചോദിച്ചു, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ പറഞ്ഞു രാജീവ് കുമാർ, ബി പറഞ്ഞു ജ്ഞാനേഷ് കുമാർ, സി പറഞ്ഞു DY ചന്ദ്രചൂഡ് എന്നിങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇവർ 3 ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ പറഞ്ഞതാണ് ശരി ഉത്തരം. രാജീവ് കുമാർ ആണ് നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ്. അടുത്ത 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗം ആകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ?
ഒന്നാമത്തത് ഇന്ത്യൻ പൗരനായിരിക്കണം, മറ്റൊന്ന് ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം, 3 തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. ഇതിൽ ഓപ്ഷൻ എ 1 2 മാത്രം, ഓപ്ഷൻ ബി 1 3 മാത്രം, ഓപ്ഷൻ സി 2 3 മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, 1 3 മാത്രമാണ്. ഓപ്ഷൻ 1 3 ഇന്ത്യൻ പൗരനായിരിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് എന്തായിരിക്കണം ഉണ്ടായിരിക്കണം. നമുക്കറിയാം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധി എത്രയാണ്? 25 അല്ല, പകരം എത്രയാണ്? 21 ആണ്. 21 വയസ്സ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് മത്സരിക്കാനുള്ള യോഗ്യത എന്ത് ചെയ്യും? ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് 29ാമത്തെ ചോദ്യം. 29ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 1 ബൽവന്ത് റായ് കമ്മീഷൻ, 2 അശോക് മെഹ്ത്ത കമ്മീഷൻ, 3 തുങ്കൻ കമ്മീഷൻ, 4 സർക്കാരിയ കമ്മീഷൻ. ഓപ്ഷൻ എ 1 2 4 മാത്രം, ഓപ്ഷൻ ബി 1 2 3 മാത്രം, ഓപ്ഷൻ സി 2 3 4 മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, 1 2 3 മാത്രമാണ്. ഓപ്ഷൻ ബി 1 2 3 മാത്രമാണ്. അതായത് ബൽവന്ത് റായ് മെഹ്ത്ത, അശോക് മെഹ്ത്ത കമ്മീഷൻ, തുങ്കൻ കമ്മീഷൻ ആണ്. ഓപ്ഷൻ ബി ആണ്. സർക്കാരിയ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്? കേന്ദ്ര സംസ്ഥാന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇത്, സർക്കാരിയ കമ്മീഷൻ. ഓക്കെ, നമ്മൾ ചോദിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് വരുന്നത് ബൽവന്ത് റായ് കമ്മിറ്റി വരുന്നുണ്ട്, അശോക് മെഹ്ത്ത കമ്മിറ്റി വരുന്നുണ്ട്, 3 തുങ്കൻ കമ്മീഷൻ വരുന്നുണ്ട്. ഇതിൽ വരാത്ത സർക്കാരിയ കമ്മീഷനാണ്. സർക്കാരിയ കമ്മീഷൻ ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 30ാമത്തെ ചോദ്യം. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? 1 നെയിൽ വയലുകൾ എന്ന് നികത്തുന്നു തടയുന്നു, 2 തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, 3 നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ എന്ത് ചെയ്യും? നിയമ നടപടികൾ നൽകുന്നു. ഓപ്ഷൻ എ 1 2 മാത്രം, ഓപ്ഷൻ ബി 1 3 മാത്രം, ഓപ്ഷൻ സി 2 3 മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ശരി ഉത്തരം മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് എല്ലാം വരുന്നുണ്ട്. നെൽവയലുകൾ എന്ത് നികത്തുന്നത് തടയുന്നുണ്ട്, 2 തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നുണ്ട്, 3 നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്ക് എന്ത് ചെയ്യും? നിയമ നടപടികൾ എന്ത് ചെയ്യും? സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 31ാമത്തെ ചോദ്യം. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 1 വയോജനങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ നൽകുന്നത്, മറ്റൊന്ന് വാർദ്ധക്യ സഹജമായിട്ടുള്ള വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകരമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്, 3 ഓരോ ജില്ലയിലും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഏതാണ് ശരി ഉത്തരം? താഴെ പറഞ്ഞിരുന്നതിൽ ഏതുമായിട്ട്? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകരമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നതിന് സംബന്ധിച്ചാണ്. ഓക്കെ, രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി എന്തുമായി കോൺസെപ്റ്റ് ആണ്? അത് വാർദ്ധക്യർക്ക് എന്ത് ചെയ്യും? സഹായകരമായ വൈകല്യമുള്ള മുതിർന്ന പൗരന് എന്ത് ചെയ്യും? ഉപകരണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 32ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോ എൻട്രിയൽ നോസ്, വൃക്ക, തലച്ചോറ്, പാൻക്രിയാസ് എന്നുള്ളതാണ്. ഏതാണ് പേസ് മേക്കർ അവയവം എന്നറിയപ്പെടുന്നത്? അത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ സൈനോ എൻട്രിയൽ നോഡാണ്. സൈനോ എൻട്രിയൽ നോഡാണ് മനുഷ്യരത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. നമ്മുടെ അതിൻ്റെ ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നതാണ് ഇത്, സൈനോ എൻട്രിയൽ നോയിഡ്. ഓക്കെ, ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന സൈനോ എൻട്രിയൽ നോയിഡിനെയാണിത് പ്രകൃതിദത്ത പേസ് മേക്കർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പ്രകൃതിദത്ത പേസ് മേക്കർ എന്നറിയപ്പെടുന്നതാണ് സൈനോ എൻട്രിയോ എന്താണ് നോയിഡ്. അതിൻ്റെ ദൗത്യം എന്താണ്? ഹൃദയമിടിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് 33ാമത്തെ ചോദ്യം. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിയന്ത്രിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ സി ആണ്,
ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശം ത്വക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വിറ്റാമിൻ ഡി എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് വിറ്റാമിൻ ഡി എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. ഓപ്ഷൻ എ പ്രകാശ സംശ്ലേഷണം, വിഘടനം, സി ഓക്സീകരണം, ഡി ബാഷ്പീകരണം. അപ്പോൾ പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവ വസ്തുക്കളെ വിഘടിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ ബി വിഘടനം. വിഘടനമാണ് മണ്ണിലുണ്ടാകുന്ന പോഷകങ്ങൾ, മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ എന്ന് വിളിക്കുന്ന പേരാണ് വിഘടനം. ജൈവമാലിന്യങ്ങൾ ലളിതമായിട്ട് എന്ത് ചെയ്യും? ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വിഘടനം. ഓക്കെ, അടുത്ത ചോദ്യം 35ാമത്തെ ചോദ്യം. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട്സ് ഏത് ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഡോട്ട്സ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് വരുന്നു. ഓക്കെ, ഡോട്ട്സ് ഏത് ചികിത്സാ രീതിയുമായി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഏതാണ്? ക്ഷയമാണ്. TB ക്ഷയം. ഓക്കെ, അടുത്ത 36ാമത്തെ ചോദ്യം. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? നിരാമയ, സമ്പൂർണ്ണ, ശൈലി, ഇ ഹെൽത്ത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ശൈലിയാണ്. ഓപ്ഷൻ സി. എന്താണ് ശൈലി? കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ആപ്പാണ് ശൈലി. ഓക്കെ, ശൈലി ഏത് പദ്ധതിയുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയതാണ്? നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ആപ്പാണ് ശൈലി എന്നുള്ളത്. ഓക്കെ, 37ാമത്തെ ചോദ്യം. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. HIV ആണ്. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ എന്ത് ചെയ്യും? നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഓപ്ഷൻ ബി HIV ആണ്. HIV വൈറസ് ആണ് ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും? എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? കൊണ്ട് നയിക്കും. ഓക്കെ, അടുത്ത ചോദ്യം 38ാമത്തത്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻസ് എ രണ്ടും ഒരേ ദിശയിൽ, ബി രണ്ടും എതിർദിശയിൽ, സി പ്രവർത്തനം വലിയതും പ്രതിപ്രവർത്തനം ചെറുതും, മറ്റൊന്ന് പ്രവർത്തനം ചെറിയതും പ്രതിപ്രവർത്തനം വലിയതും എന്നുള്ളതാണ്. ഇതിനുള്ള കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി രണ്ടും എതിർദിശയിലാണ്. ഓക്കെ, ന്യൂട്ടന്റെ 3ാം ചലന നിയമപ്രകാരം ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിൽ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം രണ്ടും എതിർദിശയിലാണ് എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് 31ാമത്തെ ചോദ്യം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോഴൊന്നുണ്ടാവും. ഉത്സർജിക്കപ്പെടുമ്പോൾ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം കൂടും, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും, ഇലക്ട്രോണുകളുടെ എണ്ണം കുറയും, ഇലക്ട്രോണുകളുടെയും നിശ്ചലമാകും. അതിനുള്ള കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യും? വർദ്ധിക്കും, അല്ലെങ്കിൽ കൂടും എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. തീവ്രത കൂടുമ്പോൾ എന്ത് ചെയ്യും? യൂണിറ്റ് സമയത്തിൽ എന്ത് ചെയ്യും? പുറത്തുവിടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യും? വർദ്ധിക്കും എന്നുള്ളതാണ്. അതായത് തീവ്രത കൂടുമ്പോൾ യൂണിറ്റ് സമയത്തിൽ പുറത്തുവിടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യും? ഗണ്യമായി വർദ്ധിക്കും എന്നുള്ളതാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇൻഫിക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോഴൊന്നുണ്ടാവും ഊർജ്ജസിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യും? വർദ്ധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് 40ാമത്തത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡം ഉള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 100 ആണ്. ഓപ്ഷൻ സി 100 N ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 41ാമത്തെ ചോദ്യം. 2025 ജോൺ ക്ലർക്ക്, മൈക്കിൾ ഡെവോർട്ട്, ജോൺ മാൾട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ഓപ്ഷൻ
ഫീൽഡ്സ് മെഡൽ, ടെറ്റ്മാൻ അവാർഡ്, ബ്രാക്ക് ത്രൂ പ്രൈസ്. ഓപ്ഷൻ ഡി നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ ഡി ഭൗതിക നോബൽ ആണ്. നോബൽ സമ്മാനം ഏതിൽ ലഭിച്ചു? ഭൗതിക ശാസ്ത്രത്തിന് ലഭിച്ച വ്യക്തികളാണ്. 2025 ഇത്. 2026 ചോദ്യ പേപ്പറിന്റെ രീതിയാണ് കൊടുത്തിട്ടുള്ളത്. ചോദ്യ പേപ്പർ ആയതിനാണ് ഭാവി വർഷ ചോദ്യമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഓക്കെ, 2025 എന്താണ്? ജോൺ ക്ലർക്ക്, മൈക്കിൾ ഡെവോട്ട്, ജോൺ മാർട്ടിനസ്, ഇവർക്ക് ഏത് നോബൽ സമ്മാനമാണ് ലഭിച്ചത്? ഭൗതിക ശാസ്ത്രത്തിലാണ്. അടുത്ത ചോദ്യം, 42ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോട്ടോപ്പുകൾ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് എപ്പോൾ? കാണപ്പെടുന്നതിന്റെ പ്രതിഭാസമാണ് ട്രിഷ്യമാണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ട്രിഷ്യമാണ്. ട്രിഷ്യം ഹൈഡ്രോജന്റെ എന്താണ്? ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഓക്കെ, ട്രിഷ്യം എന്ന് പറയുന്നതാണ് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് 43ാമത്തെ ചോദ്യം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തന്നെയാണ്. ബോയിൽ നിയമപ്രകാരമാണ്. ബോയിൽ നിയമപ്രകാരമാണ് താപനില എന്ത് ചെയ്യും? സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ മർദ്ദവും അതുപോലെ തന്നെ എന്താണ് വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് എന്ത് നിയമം? ബോയിൽ നിയമം എന്ന് പറയുന്നത്. 44ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7 കുറവ് എന്നുള്ളതാണ്. അതിനുള്ള ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. NH4Cl എന്നാണ്. ശക്തമായ ആസിഡും ദുർബലമായ എന്താണ് ബേസും ചേർന്ന ലവണത്തിനായതിനാലാണ് ഇത് എന്താണ് ആസിഡിലേക്ക് എന്ത് ചെയ്തത്? പോയത്. അതായത് എന്താണ് 7 കുറവായത്. ശക്തമായിട്ടുള്ള ആസിഡും അതുപോലെ തന്നെ എന്താണ് ദുർബലമായിട്ടുള്ള ബേസും ചേർന്ന ലവണമായതുകൊണ്ടാണ് എന്ത് 7 എന്ത് ചെയ്ത് കുറവായത്. അത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി NH4 എന്നാണ്, Cl ആണ്. ഓക്കെ, അടുത്ത് 45ാമത്തെ ചോദ്യം. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ സി ആണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ആണ്. ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം. വിദ്യ കൊണ്ടറിയേണ്ടതറിയാത്ത വിദ്വാനെന്ന് നടിക്കുന്നതും ചിലർ കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഫം. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ തുഞ്ചത്ത് എഴുത്തച്ഛൻ, മറ്റൊന്ന് കുമാരനാശാൻ. ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി. ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അത് വരുന്നത് ഓപ്ഷൻ സി ആണ്. പൂന്താനം നമ്പൂതിരിയുടെ വരികളാണ് ഇവയെല്ലാം. ഓക്കെ, ഈ വരികൾ ആരുടേതാണ്? പൂന്താനം നമ്പൂതിരിയുടേതാണ്. ഓക്കെ, അടുത്ത ചോദ്യം 47ാമത്തെ ചോദ്യം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള കായിക താരം ആരാണ്? അതിനുള്ള ഉത്തരം ഓപ്ഷൻ ഡി എൽദോസ് പോൾ ആണ്. ട്രിപ്പിൾ ജമ്പ് താരമായ എൽദോസ് പോൾ ആണ് ഈ അവാർഡിന് ലഭിച്ചത്. അപ്പോൾ എൽദോസ് പോൾ ആരാണ്? ട്രിപ്പിൾ ജമ്പ് താരമാണ്. അദ്ദേഹത്തിനാണ് 37ാമത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരവും അതുപോലെ തന്നെ എന്താണ് അർജുന അവാർഡ് ജേതാവും കൂടിയാണ് ആര്? എൽദോസ് പോൾ എന്ന് പറയുന്ന വ്യക്തി. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ തന്നെയാണ്. ചിറക്കൽ കണ്ണൂരിലെ ചിലക്കൽ കോവിലകത്തിനാണ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഏത്? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ കോവിലകത്താണ്. 48ാമത്തെ ചോദ്യം. തപ്പുകൊട്ടി മേളമൊരുക്കി, താളവടിയിൽ താവടി തുള്ളി, പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവിത്തുള്ളി കോലം തുള്ളലിലേക്ക്, കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചിട്ടുള്ളതാണ് ഈ വിവരണങ്ങൾ? ഓപ്ഷൻ ബി പടയണിയാണ്. പടയണിയിലാണ് പറയുന്നത്. തപ്പുകുട്ടി മേളമൊരുക്കി, താളവടിയിൽ താവടി തുള്ളി, പുലവൃത്തമാടി വിനോദ ഭാഷാണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവിത്തുള്ളി കോലം തുള്ളലിലേക്ക്, കവുങ്ങിൻ പാളയിലാണ് കോലുകൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചാണ് ഇത് വിവരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഓപ്ഷൻ ബി പടയണിയാണ്. മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുന്ന കലാരൂപമാണ് ഏത്? പടയണി എന്ന് പറയുന്നത്. 50ാമത്തെ ചോദ്യം. മലയാളത്തിലെ പ്രശസ്തരായ ചില
ആട്ടക്കഥാകൃത്തുകളുടെയും അവരുടെ ആട്ടക്കഥകളും ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തത് ഇരമിയൻ തമ്പി, രണ്ടാമത്തത് അശ്വതി തിരുനാൾ, മൂന്നാമത്തത് കോട്ടയത്ത് തമ്പുരാൻ, നാലാമത്തത് ഉണ്ണായി വാര്യർ. വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇവയിൽ ശരിയായിട്ടുള്ളത് എന്ത് ചെയ്യുക, ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. വരുന്നത് ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉമാണ്. അത് 3ഉം 4ഉം വരുന്നത് കോട്ടയത്ത് തമ്പുരാൻ, കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ ഏതാണ്, ഉണ്ണായി വാര്യരുടെ നളചരിതം. നളചരിതം ആട്ടക്കഥ ആരുടേതാണ്, ഉണ്ണായി വാര്യരുടേതാണ്. ഓക്കെ. മറ്റൊന്ന് ഉത്തരാ സ്വയംവരമാണ് ആരുടേത്, ഇരമേൻ തമ്പി. ഇരമേൻ തമ്പിയുടെ ആട്ടക്കഥ ഏതാണ്, ഉത്തരാ സ്വയംവരമാണ്. ഓക്കെ. അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യം മാത്സ് ആണ്. ലഘൂകരിക്കുക, നമുക്ക് ഉത്തരം മാത്രം പറഞ്ഞു പോവാം. 51ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി 17 ആണ് 51ാമത്തെ ഉത്തരം ആയിട്ട് വരുന്നത്. 52ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 80%. പി ക്യൂയേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണ് എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ 80%. എന്താണ്, ക്യൂവിന് വില നൽകുക. ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുക, ഒരു 100 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പിയുടെ വില 5 മടങ്ങ്, അതായത് എത്രയാണ്, 500 ആകും. നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു 100 എന്ന് പറയുന്ന സംഖ്യ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ 5 മടങ്ങാകുമ്പോൾ അത് 500 ആകും. വ്യത്യാസം എത്രയാണ്, 500 മൈനസ് 100 എടുത്തു കഴിഞ്ഞാൽ അത് 400 ആണ്. ശതമാനക്കുറവ് കാണാനുള്ള ഫോർമുല വ്യത്യാസം ഡിവൈഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. അതായത് എന്താണ്, 400 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100 ഇസിക്കൽ ടു എത്ര ശതമാനം വരും, 80% എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത് 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 8:15 ആണ്. എ ബി എന്നിവ 4:5 എന്ന അനുപാതത്തിലും ബി സി എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ എ സി എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യ അനുപാതം എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ ബി ഇസിക്കൽ ടു ഏതാണ്, 4/5 എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള വരുന്ന അനുപാതം ബി ബാർ സി ഇസിക്കൽ ടു 20/30 അഥവാ എന്താണ് 3:2 എന്നുള്ളതാണ്. ഇവ തമ്മിൽ എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും, 8:15 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. അടുത്തത് 54ാമത്തെ ചോദ്യം. രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അതിന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ എ ആണ്, 40 കിലോമീറ്റർ ആണ്. സ്പീഡ് കാണാനുള്ള നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 400 ഡിവൈഡ് ബൈ 36 ഇൻറ്റു എത്ര വരുന്നുണ്ട്, 18 ഡിവൈഡ് ബൈ 5 ഇസിക്കൽ ടു എത്രയാണ്, 40 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ്. അടുത്തത് 55ാമത്തെ ചോദ്യം ലഘൂകരിക്കുക. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 36 എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്തത് ചോദ്യം 56ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ്, അനുപാതത്തിൽ നിന്ന് ചോദ്യ ചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 28 ആണ്. 28 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 57ാമത്തെ ചോദ്യം. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65ാം ദിവസം ഏത് ആയിരിക്കും? ഓപ്ഷൻ ബുധൻ, ശനി, ചൊവ്വ, വേഴം. അതിൻ്റെ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ബുധനാഴ്ചയാണ്. അത് മറ്റൊന്നുമല്ല, 65നെ എന്ത് ചെയ്യും, 7 കൊണ്ട് ഭാഗിക്കും, ശിഷ്ടം 2 കിട്ടും. ആ കിട്ടുന്ന തിങ്കളാഴ്ച കൊണ്ട് എന്ത് ചെയ്യുക, ആ കിട്ടിയ ശിഷ്ടത്തിന് എന്ത് ചെയ്യുക, 2 കൊണ്ട് കൂട്ടുക. അപ്പോൾ എത്ര വരുന്നുണ്ട്, ബുധൻ വരുന്നുണ്ട്. ഓക്കെ. അടുത്തത് 58ാമത്തെ ചോദ്യം. വാച്ചിലെ മണിക്കൂർ സൂചി 7 മണിക്കൂർ മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഓപ്ഷൻ 180 ഡിഗ്രി, 90 ഡിഗ്രി, 75 ഡിഗ്രി, 100 ഡിഗ്രി. വരുന്നത് ഓപ്ഷൻ ബി 90 ഡിഗ്രി ആണ്. 3 മണിക്കൂർ വ്യത്യാസം വരുമ്പോൾ 3 × 30 എത്രയാണ്, 90 ആണ്. ഓക്കെ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 90 ആണ്. അടുത്ത സംഖ്യ ഏത്? 6, 12, 36, 144. അടുത്ത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ 720 ആണ്. 6 × 2 അടുത്ത 12 വരുന്നുണ്ട്. 12 × 3 ആണ് 36. 36 × 4 എത്രയാണ്? 144. 144 × 5 എത്രയാണ്? 720 എന്നുള്ളതാണ്. അടുത്ത 60ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ വേറിട്ടത് ഏത്? ഓപ്ഷൻ എ 125, ഓപ്ഷൻ ബി 729, ഓപ്ഷൻ സി 343, ഓപ്ഷൻ ഡി 123. ശരിയായ ഉത്തരം വേറിട്ട് നിൽക്കുന്ന ഏതാണ്? ഓപ്ഷൻ ഡി 123 എന്നുള്ളതാണ്. മറ്റുള്ളവ എന്താണ്? പൂർണ്ണ ഘനസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അടുത്ത് ഇംഗ്ലീഷാണ്. 61 മുതൽ 70 വരെ വരുന്നുണ്ട്. അതിനുള്ള 61ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 62ാമത് വരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വുഡ് ഹാവ് വിസിറ്റഡ് ആണ്. അതിനുള്ള ചോദ്യം
ഇഫ് ഐ ഹാഡ് നോൺ യു വെയർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വുഡ് ഹാവ് വിസിറ്റഡ് എന്നുള്ളതാണ്. അടുത്തത് 63-ാമത്തെ ചോദ്യം. ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഡാഷ് ഐ ആം പ്രൗഡ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഓഫ് വിച്ച് ആണ്. ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് എന്നുള്ളതാണ്. 64-ാമത്തെ ചോദ്യം റിപ്പോർട്ടഡ് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അതിനുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഹി ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം എന്നുള്ളതാണ്. 65-ാമത്തെ ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അബൻസ് ആണ്. ഓപ്ഷൻ ബി അബൻസ് ആണ് 65-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 66-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 67-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഐഡന്റിഫൈ ദ അഫർമേറ്റീവ് സെന്റൻസ് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ദ ബോയ്സ് ഓഫ് ഡെയറിംഗ് ടാസ്ക് എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത 68-ാമത്തെ ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡു ദേ. നോബഡി നോസ് ദ ആൻസർ ഡാഷ് ഡു ദേ എന്നുള്ളതാണ്. 69-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചൂസ് ദ കറക്റ്റ് വേർഡ്. ഏതാണ് കറക്റ്റ് വേർഡ്? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. 70-ാമത്തത് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അസ്ട്രോണമർ എന്ന് പറയുന്നത് എന്താണ്? വാനശാസ്ത്രത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആസ്ട്രോമർ എന്ന് പറയുന്നത് വിളിക്കുന്നത്. ഓക്കെ, 70-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് മലയാളമാണ്. 71 മുതൽ 80 വരെ വരുന്നത്. 71-ാമത്തെ ചോദ്യം ശരിയായ പദം ഏത്? ശരിയായ പദം ഏതാണ് ഇതിൽ? ശരിയായ പദം ഓപ്ഷൻ ഡി ആണ്. വൃഷ്ടി. മഴ എന്ന അർത്ഥം വരുന്ന പദത്തിന്റെ ശരിയായ രൂപമാണ് ഏത്? വൃഷ്ടി. മഴ എന്ന അർത്ഥം വരുന്ന പദത്തിന്റെ ശരിയായ രൂപമാണ് ഏത്? വൃഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, 71-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 72-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? വിവൃതം. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി വിവൃതമാണ്. സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? വിവൃതമാണ്. വിവൃതം. 73-ാമത്തെ ചോദ്യത്തിന് ഉത്തരം താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീ ലിംഗ പുരുഷലിംഗ അല്ലെങ്കിൽ പുല്ലിംഗ ജോഡി ഏതാണ്? വിദ്വാൻ വിദുഷി, പത്നി പത്നി, ലേഖകൻ ലേഖക, മകൻ മകൾ. തെറ്റായ ജോഡിയാണ് അത്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ലേഖകൻ ഏതാണ്? ലേഖികയാണ്. ലേഖിക. മറ്റേതെല്ലാം ശരി തന്നെയാണ്. വിദ്വാൻ എന്താണ്? വിദുഷിയാണ്. പത്നി എന്താണ്? പതി തന്നെയാണ്. മകൻ മകളാണ്. ലേഖകന്റെ വിപരീത പദം ഏതാണ്? അത് ലേഖികയാണ്. ലേഖിക. 74-ാമത്തെ ചോദ്യം ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി അനിവാര്യം. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏതാണ്? അനിവാര്യമാണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം ചേർത്ത് എഴുതുക. ആ പ്ലസ് ആൾ. ഓപ്ഷൻ ബി ആണ്. അയാൾ. ഓപ്ഷൻ ബി അയാളാണ്. 75-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആ പ്ലസ് ആൾ അയാളാണ്. അയാൾ. 76-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? പണിക്കർ, മക്കൾ, ഭാരതീയർ, ആൺമക്കൾ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബഹുവചനം അല്ലാത്തത് ആൺമക്കളാണ്. എന്താ? ലിംഗഭേദമില്ലാത്ത പ്രയോഗത്തെയാണ് എന്ന് വിളിക്കുന്നത്. പ്രയോഗിക്കുന്നതിനെയാണ് അലിംഗമെന്നും ലിംഗഭേദമല്ലാതെ പ്രയോഗിക്കുന്നതിനാണ് ബഹുവചനം അല്ലെങ്കിൽ അലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നത്. ഇതിൽ ആൺമക്കൾ ലിംഗഭേദം അല്ലാതെ പ്രയോഗിക്കുന്നതാണ്. ഓക്കെ, ആൺമക്കൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബഹുവചനമായിട്ട് അലിംഗ ബഹുവചനമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പണിക്കർ വരുന്നുണ്ട്, മക്കൾ വരുന്നുണ്ട്, ഭാരതീയർ വരുന്നുണ്ട്. മറ്റൊന്ന് വരുന്നത് ഏതാണ്? ആൺമക്കൾ എന്ന് പറയുന്നതാണ്. പുരുഷലിംഗത്തെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് 77-ാമത്തത് ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. ഗാത്രം, മേനി, കായം എന്നാണ് പബുസ് എന്ന് പറയുന്നതാണ്. 78-ാമത് ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി ആണ്. അത്യധികം എന്ത് ചെയ്യുക? വിഷമിക്കുക എന്നുള്ളതാണ്. അതായത് വലിയ കഷ്ടപ്പാടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന സാഹചര്യമോ ഉണ്ടാകുന്നതിനാണ് വിളിക്കുന്നത് ചക്രശ്വാസം വലിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്. അടുത്തത് 79-ാമത്തത് പിരിച്ചെഴുതുക. അത്യന്തം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ്. അതി പ്ലസ് അന്തം എന്ന് പറയുന്നതാണ് അത്യന്തം എന്നാണ്. ഇവിടെ ഇപ്രകാരം എന്താണ്? അപ്രതീക്ഷമായിട്ടുള്ള എന്താണ്? യാദേശവും കൂടെ വരുന്നുണ്ട്. യണാദേശം. അതുപോലെ തന്നെ അത്യന്തം, അതി പ്ലസ് അന്തം എന്നുള്ളതാണ് ഏത്? അത്യന്തം എന്നുള്ളത്. എൻ്റെ ഭാഗത്ത് എന്താണ്? പ്രിയാമ്പിൾ. ശരിയായ മലയാള പരിഭാഷ ഏതാണ്? പ്രിയാമ്പിൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഇംഗ്ലീഷിൽ നിന്ന് വിളിക്കുന്നത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് 81-ാമത്തെ ചോദ്യം കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം?
ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1991 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിപ്പർ ചന്ദ്രനെയാണ് എന്ത് ചെയ്തത്, കേരളത്തിൽ അവസാനമായിട്ട് എന്ത് ചെയ്ത് വധശിക്ഷയ്ക്ക് തൂക്കിലേറ്റിയത്. ഓക്കെ, കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1991 ആണ്. 1991. അടുത്ത 82ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജയിലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി തൃശ്ശൂരിലാണ്. കേരള സംസ്ഥാന രൂപീകരണമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തൃശ്ശൂരിലെ വിയ്യൂറാണ്. വിയ്യൂർ എന്ന് പറയുന്ന സ്ഥലം, തൃശ്ശൂരിലെ വിയ്യൂർ എന്ന് പറയുന്ന സെൻട്രൽ ജയിലാണ് കേരള രൂപീകരണത്തിന് ശേഷം എന്ത് ചെയ്ത് സ്ഥാപിതമായിട്ടുള്ള ഒന്ന്. 83ാമത്തെ ചോദ്യം, കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളാണ് ഉള്ളത്? ഓപ്ഷൻ സി ആണ്, 2 ആണ്. തിരുവനന്തപുരത്തും വരുന്നുണ്ട്, നെട്ടുകാൽ തേരിയിലും മറ്റൊന്നേതാണ് കണ്ണൂരിലെ ചീമേനിയുമാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട 2 പുരുഷ തുറന്ന ജയിലുകൾ വരുന്നത്. കേരളത്തിൽ നിലവിൽ എത്ര ജയിലുകളാണ് പുരുഷ തടവുകാർക്കായി തുറന്ന ജയിലുകൾ ഉള്ളത്? 2 ആണ്. അതിനുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 2 ആണ്. 84ാമത്തെ ചോദ്യം, തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാനാവും? ഓപ്ഷൻസ് 3 മാസം, ഓപ്ഷൻസ് 1 മാസം, ഓപ്ഷൻ സി 6 മാസം, ഓപ്ഷൻ ഡി 2 മാസം, 2 വർഷം. അതിനുള്ള ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 6 മാസം. 6 മാസം വരെ എന്ത് ചെയ്യാൻ പറ്റും? തടവ് ശിക്ഷ വിധിച്ച് എന്ത് ചെയ്യാം, ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എന്ത് ചെയ്യാം, പാർപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. 85ാമത്തെ ചോദ്യം, നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ഓപ്ഷൻ എ ആണ്, ബൽറാം കുമാർ ഉപാധ്യായാണ് നിലവിലെ ജയിൽ വകുപ്പ് മേധാവിയായിട്ട് നിയമിതനായിരിക്കുന്നത്. 86ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ്. താഴെ പറയുന്നതിൽ എന്താണ് ശരിയായ പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശങ്ങൾ സർക്കാർ എന്ത് ചെയ്യണം, അനുവദിച്ചിട്ടുള്ളതാണ്, അനുവദിച്ചവയാണ്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. മനുഷ്യാവകാശങ്ങൾ സംസ്ഥാന നിയമസഭ നിർണ്ണയിക്കുന്നുണ്ട്. മനുഷ്യാവകാശങ്ങൾ എന്തില്ല, നിയമപരമല്ല, ധാർമ്മിക ആയവ മാത്രമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. 86ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 87ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ സി ആണ്, മനുഷ്യാവകാശ സംരക്ഷണം. നമുക്കറിയാം 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ ആക്ട് അനുസരിച്ചാണ് ഏത് കമ്മീഷൻ രൂപീകരിച്ചത്? മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. വർഷം 1993 ആണ്. 88ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന് പരിധിയിൽ ഉൾപ്പെടാത്തത്? അത് വരുന്നത് ഓപ്ഷൻ എ ആണ്, വ്യക്തിയുടെ ജീവിതവും സ്വാതന്ത്ര്യവും സമത്വം അന്തസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ 21ാം അനുച്ഛേദത്തിൽ പറയുന്നതാണ് ജീവിക്കുവാനുള്ള അവകാശം. അതിൽ പെടുന്നതാണ് ഏത്? മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൽ പരിധിയിൽ പെടുന്നത് പരിധിയിൽപ്പെടുന്നതാണ് ഏത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത്, വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, പിന്നെ അതുപോലെ തന്നെ അന്തസ്സ് എന്ന് പറയുന്നത്. 89ാമത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓപ്ഷൻ ബി ആണ്. 2019 ഭേദഗതി പ്രകാരമാണ് 5 വർഷത്തിൽ നിന്നും എത്ര വർഷമാക്കി കുറച്ചത്? 3 വർഷമാക്കി കുറച്ചത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ഇല്ലെങ്കിൽ എത്ര വയസ്സാണ്? 70 വയസ്സ് എന്ത് ചെയ്യണം, തികയണം എന്നുള്ളതാണ്. 90ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്നും പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഓക്കെ, അനുവദിക്കുന്നത്. കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവ് പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ എന്ത് ചെയ്യാം, ഏർപ്പെടുത്തുന്നു. അംഗം മാനസികമോ ശാരീരികവുമായ ബലഹീനത കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അയോഗ്യനായി കണക്കാക്കപ്പെടുന്നുണ്ട്. അംഗം ധാർമ്മിക എന്ത് ചെയ്യുന്നുണ്ട്, അരാജകത്വം ഉൾപ്പെടുത്തുന്ന ഒരു കുറ്റകൃത്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ശിക്ഷിക്കപ്പെടുന്നു എങ്കിലും എന്ത് ചെയ്യാം, അവരെ പുറത്താക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അടുത്തത് 91ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിൽ ഏത് വകുപ്പ് ആണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് നൽകുന്നത്? ഓപ്ഷൻ സി ആണ്, വകുപ്പ് 8 ക്ലോസ് ബാർ 1ലാണ് വിവരാവകാശ നിയമത്തിൽ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് നൽകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം വകുപ്പ് 8 ക്ലോസ് ബാർ 1 ആണ്.
92ാമത്തത് വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 ക്ലോസ് ബാർ 1G പ്രകാരം ഏത് വിവരണങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ വിവരം നൽകുന്നത് ഒരാളുടെ ജീവനും അപകടകരമാവുകയോ സുരക്ഷയെ ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് 93ാമത്തെ ചോദ്യം. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിലുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്നത് ആരാണ്? ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ പദവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത്. 94ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്വകാര്യ വ്യക്തികളുടെ പകർപ്പവകാശം, സർക്കാർ അധീനതയിലില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കപ്പെടുന്ന വിവരമാണ് എന്ത് ചെയ്യുന്നത്, നൽകാൻ ബാധ്യതയില്ല എന്നുള്ളത്. ഓപ്ഷൻ എ ആണ്. 95ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം, ഇൻഫർമേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ നൽകിയിരിക്കുന്ന ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവയെല്ലാം എന്ത് തന്നെയാണ്, വിവരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രേഖകൾ, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽ. ഓക്കെ. 96ാമത്തെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, മാനസിക സമ്മർദ്ദം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമ്പർക്കമാണ്. ഒരു ഭീഷണി നേരിടുമ്പോൾ ശരീരം കാണിക്കുന്നതാണ് സ്വാഭാവിക പ്രതികരണമാണ് ഏത്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. 97ാമത്തെ ചോദ്യം. ഫ്ലോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ഓപ്ഷൻ ബി ആണ്, ഈഗോയാണ്. യാഥാർത്ഥ്യത്തിന് അനുസൃതമായിട്ടുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഏത്? ഈഗോയാണ്. അപ്പോൾ ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ഓപ്ഷൻ ബി, ഈഗോയാണ്. 98 ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിന്റെ കൈനസ്റ്റിക്സ് എന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ശാരീരിക ചലനങ്ങൾ എന്ത് ചെയ്യുക, കഴിവോടുകൂടി എന്ത് ചെയ്യുക, നിർവഹിക്കുക. അതിനകത്ത് വരുന്നതാണ് കായിക അഭ്യാസങ്ങൾ, എന്താണ്, നർത്തകർ എന്നിവരുടെ എന്ത് ചെയ്യും, ശാരീരിക ചലനങ്ങളുടെ നിയന്ത്രണമാണ് ഏത്? ഇത്തരത്തിൽ വരുന്ന ശാരീരിക ചലനങ്ങളുടെ കഴിവോടുകൂടി നിർവഹിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് 99ാമത്തെ ചോദ്യം. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഭയം, സംഘർഷം, ചിന്ത. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അകാരണമായിട്ടുള്ള ഭയവും സംഘർഷവുമാണ് ഇത് ഉത്കണ്ഠയെക്കുറിച്ച് ശരിയായി വിവരിക്കുന്ന പദം. ഇതിൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ഭയം, സംഘർഷം, ചിന്ത എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യം. അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഓപ്ഷൻ ബി ആണ്, പ്രവർത്തിക്കാനുള്ള പ്രചോദനം എന്നുള്ളതാണ് അഭിപ്രേരണ എന്നത് കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ശക്തിയാണ് ഏത്? മോട്ടിവേഷനാണ് ഇവിടെ പറയുന്നത്. അഭിപ്രേരണ എന്നുള്ളത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 100ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് നടന്ന എക്സാമിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ശുഭദിനം.